വരെ സാഹചര്യം പ്രതികൂലമാണെങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെയാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അഷിത സ്മാരക സമിതിയുടെ അഷിത സ്മാരക പുരസ്കാര പ്രഖ്യാപന വേളയാണിത്. എല്ലാ വർഷവും മാർച്ച് 27 അഷിത ചേച്ചിയുടെ ചരമദിനത്തിലാണ് ഈ പുരസ്കാരം നൽകിക്കൊണ്ടിരുന്നത്. എല്ലാ വർഷവും ഇത് 5ാമത്തെ വർഷമാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്രാവശ്യം നടന്നില്ല. അതുകൊണ്ട് ഏപ്രിൽ 4 വൈകിട്ട് 4 മണിക്ക് സാഹിത്യ അക്കാദമിയിൽ സച്ചിദാനന്ദനാണ് അഷിത സ്മാരക സമിതിയുടെ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും സന്തോഷ് ഏച്ചിക്കാനം, സുഭാഷ് ചന്ദ്രൻ, സാറാ ജോസഫ്, കഴിഞ്ഞ വർഷം എം മുകുന്ദൻ, ഇത് 5ാമത്തെ വർഷം. ഇപ്പോൾ വളരെ പ്രഗത്ഭനായ നിരൂപകനാണ് ഞങ്ങൾ പുരസ്കാരം നൽകുന്നത്. ഈ 5 വർഷവും ഞങ്ങളോട് പത്രമാധ്യമങ്ങൾ നന്നായി സഹകരിച്ചു. ഇപ്രാവശ്യവും ആ സഹകരണം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 4 വൈകിട്ട് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പുരസ്കാര സമർപ്പണ വേളയിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ അവാർഡ് ഡിക്ലറേഷന് വേണ്ടി അഷിത സ്മാരക സമിതിയുടെ രക്ഷാധികാരി ശ്രീ ഷിഹാബുദ്ദീൻ കൊയ്ത്തങ്കടവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷിതയുടെ പേരിലുള്ള വർഷം തോറും നടത്തി വരുന്ന 5ാമത്തെ പുരസ്കാരമാണ്. അഷിത എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയെ ഞങ്ങളുടെ ഒരു ചേച്ചി ൻ്റെയും സന്തോഷിൻ്റെയും ഒക്കെ ആ കഥയുടെ ഒരു ലോകത്തെ ഒരു ജ്യേഷ്ഠത്തെയാണ്. അവർ എഴുത്തിൻ്റെ മേഖലയിൽ വളരെ സൈലൻ്റായിട്ടൊക്കെ ജീവിച്ചു പോകും. പക്ഷേ ഒരുപാട് സംഭാവനകൾ അവരുടേതായിട്ടുണ്ട്. പരിഭാഷയുടെ മാത്രം എടുത്താൽ മതി. അവർ അതിമഹത്തായ പല കൃതികളും മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. സൈലൻ്റാണ്. പൊതു തലങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടാൻ വൈമുഖ്യം ഉള്ള ആളാണ്. അവർ 7 വർഷം മുമ്പ് ക്യാൻസർ ബാധിതയായി. അവരുടെ 62ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി. അവരുടെ മഹത്തായ സംഭാവനകൾ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നൊരു തോന്നൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതിനൊടുവിൽ അവരുമായി നടത്തിയ അത് ഞാനായിരുന്നു എന്ന ഒരു പരമ്പര അത് വായിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് സീരിയലൈസ് ചെയ്ത് വന്നത്. അതോടുകൂടിയാണ് അഷിതയുടെ ജീവിതം സത്യത്തിൽ കുറച്ചെങ്കിലും വെളിച്ചത്തിലേക്ക് വന്നത്. അവർ ഏത് വിധത്തിലുള്ള ഒരു ജീവിതമാണ് നയിച്ചു പോകുന്നത് എന്നുള്ളത് ഒരു വലിയ, അതായത് പഴയ കാലത്ത് അവർ MA യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു അവരുടെ വിഷയം. അതുമാത്രമല്ല, അവർ അങ്ങനത്തെ നല്ല ഒന്നാന്തരം പരിഭാഷ കൂടിയായിരുന്നു. അവർ സ്വാഭാവികമായിട്ടും ഗുരു നിത്യചൈതന്യയുടെ ഒരു ശിഷ്യ എന്നുള്ള രീതിയിൽ കൂടി അവർ അറിയപ്പെടുന്ന ഒരു ലോകം അവർക്കുണ്ട്. അവരുടെ പരിഭാഷ പുസ്തകങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ പറഞ്ഞ മാതിരി സ്പിരിച്വാലിറ്റിയാണ് അവരുടെ ഒരു പ്രധാനത്തെ. ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഈ കന്നഡ ഭാഷയിലുള്ള നവോത്ഥാന സാഹിത്യത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് 12ാം നൂറ്റാണ്ട് മുമ്പ് തന്നെ തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ നമ്മളൊക്കെ പഠിപ്പിക്കാനൊക്കെ കഴിഞ്ഞ തരത്തിലുള്ള പരിഭാഷ ശിവേന സഹനർത്തനം എന്ന പേരിലുള്ള ഒരു പുസ്തകമുണ്ട്. അതേ പേരിൽ തന്നെ ഒരു കഥയും അവർ എഴുതിയിട്ടുണ്ട്. ആ കഥ അവരുടെ ജീവിതത്തിന്റെ ആന്തരികമായ ഒരു ലോകമാണെന്ന് അവരുടെ മരണാനന്തരം നമ്മൾ കൂടുതൽ വെളിച്ചത്തോടെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ കോൺട്രിബ്യൂഷൻ ഉള്ള ഈ പറഞ്ഞ വലിയ റൈറ്റേഴ്സിൻ്റെ, ഇപ്പം ജലാലുദ്ദീൻ റൂമിയുടെ പരിഭാഷ, അത് വലിയ വർക്കാണ്. അതുപോലെ ബാലസാഹിത്യം, പരിഭാഷ രംഗത്തെ കുറിച്ച്
പ്രത്യേകമായിട്ട് തന്നെ പഠിക്കേണ്ടതൊക്കെയാണ്. വചന കവിതകൾ ഞാൻ നേരത്തെ പറഞ്ഞു. വചന കവിതകൾ എന്ന് പറഞ്ഞാൽ കന്നഡയിലുള്ള ഒരു വലിയൊരു സ്ട്രീമാണ്. അത് ആദ്യമായിട്ട് മലയാളിയെ ശക്തമായി പരിചയപ്പെടുത്തിയ ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. അവസാനം അവരുടെ അത് ഞാനായിരുന്നുള്ള പുസ്തകം ഏറെ ആളുകൾ ശ്രദ്ധിക്കുകയും അപ്പോഴേക്കും അവർ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഒരു മാസം ആകുമ്പോഴേക്കും അവർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനൊരു നമ്മൾ ആദരിക്കപ്പെടേണ്ട, അവർ പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ വലിയ സംഘടനാ ബലത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിലുള്ള ഒരാളല്ല. അവർ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ എഴുത്തിൻ്റെ ഒരു ലോകത്ത് ആയിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു അവർ ധ്യാനം ചെയ്തത്. അങ്ങനെയുള്ള ഒരാൾ പിന്നെ അവരെ അവരുടെ സ്മരണം നിലനിർത്തുക എന്ന് പറയുന്നത് വായനക്കാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള അത്തരം ഒരു നന്മയോടും അല്ലെങ്കിൽ ഒരു സാമൂഹികതയോടുള്ള നമ്മുടെ ആഭിമുഖ്യം പുലർത്തുന്ന മനുഷ്യരൊക്കെ അത് സ്മരണം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് വലിയ അർത്ഥത്തിൽ ഇവിടെ ഉണ്ണിയാണ് അതിൻ്റെ സത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സാരഥ്യം. അദ്ദേഹം ബാലസാഹിത്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആളാണ് ഉണ്ണി. അതുപോലെ തന്നെ അങ്ങനെ പിന്നെ സുഭാഷ് നമ്മുടെ സുഭാഷ് ഉണ്ട്. ഇവരൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ണി എല്ലാവരും എടുത്തു പറയേണ്ടതാണ്. പിന്നെ സന്തോഷ് ഇവിടെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ജോലി. ഇങ്ങനെ ഒട്ടനവധി പേരെ ഇതിൻ്റെ അകത്ത് അവരോടുള്ള സ്നേഹത്താലും ആദരവിനാലും എല്ലാ വർഷവും ആ തീയതി ഓർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പം ഇപ്രാവശ്യം പറഞ്ഞ പോലെ KP മോഹൻ മാഷ് അവരുടെ അദ്ദേഹത്തിൻ്റെ സംഭാവന സാഹിത്യ നിരൂപണത്തിന്, സാഹിത്യ പത്രപ്രവർത്തനം, ഇങ്ങനെയൊക്കെയുള്ള പല മേഖലയിൽ അദ്ദേഹം നമുക്കറിയാം. ഇവിടെ തൃശ്ശൂർ അക്കാഡമി സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും സൈലൻ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കാണുന്ന. അപ്പോൾ പഴയ കാലത്തുള്ള അക്കാഡമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലിയ നിലവാരത്തിലേക്ക് അതിൻ്റെ പ്രൊഫഷൻ കൊണ്ടും പിന്നെ അതിൻ്റെ മേന്മ കൊണ്ടൊക്കെ ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. എവിടെ പോയാലും അവിടെ ഒരു കാര്യമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ വെളിച്ചം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതിപ്പം ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിന് ഇപ്പോഴല്ല, കുറേ ആയിട്ട് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ കൂടിയാണ്. അപ്പം പിന്നെ നിരൂപകൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. നമുക്കറിയാം ചെറുകാടിനെ പോലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മലയാളത്തിലെ ഒരു ലെജൻഡ് എന്ന് പറയാവുന്ന ഒരു എഴുത്തുകാരൻ്റെ മകൻ കൂടിയാണ് നമുക്കറിയാം. ഏതായാലും അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യം നമ്മളിത് കൊടുക്കുന്നത്. മറ്റ് പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഇതുപോലെ തന്നെ പുരസ്കാരങ്ങളുണ്ട്. അതേക്കുറിച്ച് സന്തോഷം പരിചയപ്പെടുത്തും. അതിനായി അദ്ദേഹത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെഹബുദ്ദീൻ, ഉണ്ണി, അണ്ണനുണ്ണി ആൻഡ് സുഭാഷ് പെയ്യാവൂർ, എന്നെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അക്ഷിത സ്മാരക സമിതി അവാർഡാണ്. ഷെഹബുദ്ദീൻ അക്ഷിതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ബി സരസ്വതി അമ്മ, അതുപോലെ തന്നെ എഴുതാംബികാന്തർജനം, അതുപോലെ തന്നെ മാധവിക്കുട്ടി, അതിനുശേഷം നമ്മുടെ സാറ ജോസഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള കുറേ സ്ത്രീ എഴുത്തുകാർ അല്ലെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തുക്കളിൽ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് അക്ഷിതയുടേത് എന്ന് അവരുടെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ചാമ്പു നേരത്തെ പറഞ്ഞതുപോലെ കവിത എഴുതിക്കൊണ്ടാണ് അക്ഷിത മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കവിതയുടെ പിരിമുറുക്കവും ആത്മാവും പിന്നീട് വന്ന അവരുടെ കഥകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറെ ഹ്രസ്വമായ ഒരു കഥകളാണെങ്കിലും അതിനകത്തുള്ള ഒരു ആത്മാവ് എന്ന് പറയുന്നത്, അതിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ സജീവമായിട്ട് തന്റെ കഥകളിലേക്ക് കൊണ്ടുവന്ന
ഒരു എഴുത്തുകാരിയാണ് അക്ഷിത എന്ന് നമുക്കറിയാം. വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്, കൈവച്ച നോളുകൾ, അങ്ങനെ ശ്രദ്ധദീപങ്ങൾ, അതുപോലുള്ള നിരവധി കഥകൾ അക്ഷിതയുടേതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് എന്നുള്ള കഥയിൽ അവസാനം അച്ഛൻ അമ്മയും മകളും തമ്മിലുള്ള ഒരു സംവാദമാണ് യഥാർത്ഥത്തിൽ ആ കഥ. വിവാഹം, രീതി, ദാമ്പത്യം, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു കഥയാണ്. അതിന്റെ അവസാനം അമ്മക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. എന്താണ് വൈവാഹിക ജീവിതത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചിട്ടും അതിൽ സ്ത്രീയുടെ ഒരു പ്രാതിനിധ്യത്തെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഒരു വലിയ ജീവിത വീക്ഷണം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. അവസാനം അച്ഛൻ വിളിക്കുന്ന സമയത്ത് അമ്മ പറയുന്ന ഒരു വാക്കിന് അവളെ വിളിച്ചാൽ കിട്ടില്ല, അവൾ പരിധിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. അങ്ങനെ ഈ നിലവിലുള്ള മാമൂലുകൾക്കും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിലവിലുള്ള മാമൂലുകൾക്ക് അപ്പുറത്ത് അതിന്റെ പരിധിയെ ഭേദിച്ചുകൊണ്ട് അപ്പുറത്ത് പോയ ഒരു എഴുത്തുകാരിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ അക്ഷിത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയധികം പ്രാമുഖ്യം ഈ അവാർഡിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഈ അവാർഡ് കിട്ടിയതാണ്. ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിന്റെ അകത്തേക്ക് വരുന്നതും. ഇപ്പോ നമ്മൾ എവിടെയുണ്ടെങ്കിലും ഓടിക്കതച്ച് പിന്നെ ഈ ഒരു പത്രസമ്മേളനത്തിലും ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് ഈ അക്ഷിതയോടുള്ള നമ്മുടെ അവരുടെ എഴുത്തിനോട്, അവരുടെ ജീവിതത്തോടും അവർ കാണിച്ച ആത്മാർത്ഥതയുടെ ഭാഗമായിട്ട് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രാവശ്യം KP മോഹൻ മാസ്റ്ററാണ് ഇവിടെ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 10,000 രൂപ വെച്ച് 20,000 രൂപയാണ് ഈ അവാർഡ്. പിന്നെ 10,000 രൂപ വെച്ച് ഓരോ കഥയ്ക്ക് മറ്റ് സാഹിത്യത്തിന്റെ വിവിധ ശാഖകൾക്ക് നമുക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മലയാളത്തിലെ എണ്ണം പറഞ്ഞ കഥാകൃത്തുക്കളുടെ ഒരാളായ മനോജ് ജാതകർക്കാണ് പ്രാവശ്യം കഥയ്ക്ക് അവാർഡ് കൊടുക്കുന്നത്. അത് മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥയ്ക്കാണ്. മനോജ് ജാതകരെ നിങ്ങൾക്കറിയാം, അക്ഷിതയെ പോലെ തന്നെ നിശബ്ദനായ ഒരു എഴുത്തുകാരനാണ്. പക്ഷേ മലയാള സാഹിത്യത്തിൽ ഈ പറയുന്ന പോലെ മറ്റ് ചെറുകഥാകൃത്തുകൾക്ക് കിട്ടിയിട്ടുള്ള അത്ര പ്രാമുഖ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കാരണം അത് അദ്ദേഹം വളരെ ഏതോ ഒരു ഒളിയിടങ്ങളിൽ, എഴുത്തിന്റെ ഒളിയിടങ്ങളിൽ താമസിക്കുന്ന ഒരാളാണ്. അതായത് ഈ പറയുന്ന പോലെ ബഹളങ്ങൾക്കോ അതുപോലെ തന്നെ മറ്റൊന്നിനും തർക്കങ്ങൾക്കോ ഒന്നുമില്ലാതെ നിശബ്ദനായിട്ട് പലപ്പോഴും ഇരുന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മനോജ് ജാതകനാണ് ഈ അവാർഡ്. പിന്നെ കവിതയ്ക്ക് ഡോക്ടർ ബാബു കോട്ടിക്കൽ ദീപിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം. അതുപോലെ തന്നെ ജീവചരിത്രം ഡോക്ടർ K. ശ്രീകുമാറിന്റെയാണ്. MTയുടെ ജീവിതത്തെ സമഗ്രമായിട്ട് പ്രതിപാദിച്ച ഒരു പുസ്തകമാണ്, പ്രമുഖമായിട്ടുള്ള ഒരു പുസ്തകം. അപ്പോ MT എന്താണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ K. ശ്രീകുമാറിന്റെ പുസ്തകം. അതിന്റെ വിവാദങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പ് ബിന്ദു കാന ആപ്പായനം എന്ന് പറഞ്ഞ കൃതിക്കാണ് എഴുതിയിരിക്കുന്നത്. പാദസാഹിത്യം ലളിതാംബിക കൃതി പട്ടം ആണ്. നോവൽ PM റോയ് കാമണിപുരം എന്ന ഒരു കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലപ്രതിഭ ഹരികൃഷ്ണൻ CS അപ്പുണ്ണിയുടെ വായനശാല. അതുപോലെ അക്ഷിത സ്മാരക കാവ്യപ്രതിഭ പുരസ്കാരം റോയി പൂച്ചേരി. അതേപോലെ യുവ സാഹിത്യ പ്രതിഭ പ്രവീൺ കുമാർ ജയ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. IT മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നല്ലൊരു വായനക്കാരൻ. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിൽ നല്ലൊരു എഴുത്തുകാരനായിട്ട് വരാൻ സാധ്യതയുള്ള പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ കൈകളിലും നല്ല അർഹതപ്പെട്ട കൈകളിലാണ് ഈ അവാർഡ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുരസ്കാരങ്ങൾ ഏപ്രിൽ 4 വൈകിട്ട് തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ പ്രസിദ്ധ കവിയും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ മാഷാണ് വിതരണം ചെയ്യുന്നത്. ആ ചടങ്ങിലും നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ചാമത്തെ 4 ഫോട്ടോ ഈ ആൾക്കാരുടെ കൊടുക്കും എല്ലാവർക്കും. പക്ഷെ ചേച്ചി കൈകാര്യം ചെയ്ത വിഷയം എല്ലാ വർഷവും കഴിഞ്ഞ വർഷം മെയിൻ അവാർഡ് മുകുന്ദേട്ടനായിരുന്നു. മുകുന്ദനായിരുന്നു. അതിനുമുമ്പ് സാറാ ജോസഫ്. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും. പിന്നെ ഇപ്രാവശ്യം ഇതിന്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ മനോജ് യാദവേദനെ പോലെയുള്ള ഈ പറഞ്ഞ നല്ല കഥകൾ എഴുതിയ നല്ല മികച്ച കുറച്ച് എഴുത്തുകാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉൾപ്പെടാതെ പോയ പല
എഴുത്തുകാരും ഉണ്ട്. അവരെയും കൂടെ കൂടിച്ചേർത്ത് മനോജ് യാദവ് ഇതിൽ മുഖ്യധാരയിലുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പട്ടം എന്നൊരു ബാലസാഹിത്യ കൃതി എഴുതിയ ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അപ്പം മികച്ച ബാലസാഹിത്യ കൃതിയാണത്. പക്ഷെ പലപ്പോഴും നമ്മുടെ മുഖ്യധാരയിലേക്ക് അതൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ നന്നായിട്ട് എഴുതുന്ന എഴുത്തുകാരും എന്നാൽ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ളവരുടെ എഴുത്തുകളെ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം മികച്ച എഴുത്തുകാരെ പരിചയപ്പെടുത്തുക, അവരുടെ കൃതികളെ വിലയിരുത്തുക. അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയുടെ ഫലമായിട്ടാണ്, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ആലോചനയുടെ ഫലമായിട്ടാണ് പലരെയും സെലക്ട് ചെയ്തിട്ടാണ് അവസാനം മോഹൻ മാഷിലേക്കും ഈ മറ്റെഴുത്തുകാരിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്. അല്ല, എനിക്ക് ക്യാമ്പുകളുണ്ട്, അതുപോലെ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളുണ്ട്. നമ്മൾ ഒരു വർഷമായിട്ട് ഈ നമ്മുടെ ഒരു പ്രസ്ഥാനമാണ്, ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടത്തുക, അതുപോലെ വിവർത്തന മത്സരം, കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ സമ്മാനങ്ങളും കൂടി ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട്. ജൂനിയർ ആയിട്ടുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ മത്സരങ്ങൾ നടത്തും. ആ മത്സരത്തിന്റെ സമ്മാനവും കൂടി ഈ തവണ ഇതിനോടൊപ്പം തന്നെ പിന്നെ ചെയ്യുന്നുണ്ട്. വിവിധ ജില്ലകളിൽ പിന്നെ മെമ്പേഴ്സ് ഉണ്ട്, ഒരു 90 പേര്, പക്ഷേ 90-ലധികം മെമ്പർമാരുണ്ട്. ഈ മെമ്പർമാരുടെ മാസവരി എന്ന് പറഞ്ഞാൽ ഒരു മാസം 100 രൂപ, അങ്ങനെ ഒരു വർഷം 1000 രൂപ, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ആണ് ഈ തുക. അതെ, അങ്ങനെയാണ് ചെയ്യുന്നത്. 4-ാം തീയതിയാണ് പിന്നെ അവാർഡ് സമർപ്പണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും എത്തിച്ചേരും എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ ഇന്ന് മടങ്ങി പോകുന്നത്. ഇതിന്റെ നന്ദി പറയാൻ വേണ്ടി സുഭാഷ് പയ്യാവൂർ സെക്രട്ടറിയാണ്, കണ്ണൂർ സ്വദേശം, കണ്ണൂരാണ്. മൈക്രോ കഥകൾ എഴുതുന്ന വ്യക്തിയാണ് മാധ്യമത്തിലൊക്കെ. സുഭാഷ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അക്ഷര പുരസ്കാരം സംബന്ധമായ എല്ലാ വാർത്തകളും വർഷങ്ങളിൽ ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ ഇത്തവണയും ഉണ്ടാവണമെന്ന് അത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ നേരത്തെ എല്ലാവർക്കും എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം വരെ കോഴിക്കോടായിരുന്നു പിന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കോഴിക്കോടായിരുന്നു അവാർഡ് സമർപ്പണം. ഇപ്രാവശ്യം തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട് നല്ല ഒരു സ്വീകരണമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നു.